ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ ഭരണപക്ഷം. കെ ശാന്തകുമാരി എംഎൽഎ ശ്രദ്ധ ക്ഷണിക്കലായാണ് വിഷയം ഉന്നയിക്കുക. ആരോഗ്യമന്ത്രി വീണ ജോർജ് ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയും. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിലും ഇൻസെന്റീവിലും നൽകാനുള്ള കേന്ദ്ര വിഹിതം സമയബന്ധിതമായി നൽകണമെന്നാണ് ആവശ്യം. എം ജി മിഥുൻ കൂടുതൽ വിവരങ്ങൾ നൽകും. മിഥുൻ, ഇപ്പോൾ ഭരണപക്ഷം തന്നെ ഈ വിഷയം സഭയിൽ ഉയർത്തുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ എണ്ണിപ്പറയുകയാണ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആശാവർക്കർമാർ സെക്രട്ടറി നടക്ക് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയാണ്. നാളെ നിയമസഭയിലേക്ക് അവർ വലിയ മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള കാര്യം സർക്കാരിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ സഭാ സമ്മേളനം ചേരുന്ന വേളയാണ്. ബജറ്റ് സമ്മേളനത്തിന്റെ സഭാ സമ്മേളനം പുനരാരംഭിക്കുന്ന ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം നേരത്തെ തന്നെ ഈ വിഷയത്തിൽ, ഈ സംഭവത്തിൽ ആശാവർക്കർമാർക്കൊപ്പമാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമരത്തിന്റെ കൂടുതൽ ചൂടേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വിഷയം തണുപ്പിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഇടതുമുന്നണിക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷി പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനം കൈക്കൊള്ളണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ സർക്കാരിന് മുന്നിലേക്ക് വെക്കുകയും ചെയ്തു. അതിനുശേഷം നിരവധി തവണ ആരോഗ്യമന്ത്രി ഇവരുമായി കൂടിയാലോചനകൾ നടത്തുകയും ചർച്ച നടത്തുകയും ചെയ്തു. എങ്കിൽ പോലും തന്നെ ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഓണറേറിയം അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു കൃത്യമായ നിലപാട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തൊന്നും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ സമരവുമായി അവർ മുന്നോട്ട് പോവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭരണപക്ഷം തന്നെ സഭയിൽ നാളെ പുനരാരംഭിക്കുന്ന സഭാ നടപടിയിൽ ശ്രദ്ധ ക്ഷണിക്കലിന്റെ ഭാഗമായി കെ ശാന്തകുമാരി MLA ഈ ഒരു വിഷയം ഉന്നയിക്കാനൊരു നീക്കം ഇപ്പോൾ നടക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച മറുപടി ചെയ്യും. ഒപ്പം തന്നെ അതിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ ആശാവർക്കർമാരുടെ ഓണറേറിയത്തിലും ഇൻസെന്റീവിലും നൽകാനുള്ള കേന്ദ്ര വിഹിതം സമയബന്ധിതമായി നൽകണമെന്നുള്ള ആവശ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതായത് കേന്ദ്ര സർക്കാരാണ് ഇത്തരത്തിൽ ഇവരെ തെരുവിലേക്ക് വലിച്ചിഴച്ചതടക്കമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്തത്. ഒപ്പം തന്നെ ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഇവരുടെ സമര സ്ഥലത്തെത്തി അവർക്ക് പിന്തുണ അറിയിക്കുകയും ഒപ്പം തന്നെ നാളെ JP നദ്ദയുമായി സംബന്ധിച്ച് കൂടിയാലോചന നടത്തുകയും ഇക്കാര്യം ധരിപ്പിക്കുകയും അതിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏത് തരത്തിലാണ് അവിടെ ഈ വിഷയം കൈകാര്യം ചെയ്ത് അതുപോലെ തന്നെ കേരളത്തിലും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കും. ഒപ്പം തന്നെ വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയുമായും കൂടിയാലോചന നടത്തുമെന്നൊരു വാക്ക് അദ്ദേഹം സുരേഷ് ഗോപി ഇന്ന് ഈ സമരക്കാർക്ക് മുന്നോട്ട് വെക്കുകയും ചെയ്തു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് സർക്കാർ തന്നെ ഈ ഒരു വിഷയം സഭയിൽ ഉന്നയിച്ച് ഒരു രമ്യമായി ഇത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് നാളെ വലിയ സമരമാണ് അവർ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിൽ വലിയ സംഘർഷഭരിതമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ളൊരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലടക്കം തന്നെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. ഇതിനെതിരെ വലിയ വിമർശനങ്ങളും രംഗത്ത് വരികയും ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഭരണപക്ഷം അനുകൂല ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും തന്നെ ആശാവർക്കർമാരുടെ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ സമരം നടത്തുന്ന പന്തലിന്റെ മുകളിൽ കെട്ടിയിരുന്ന ടാർപോളിൻ പോലീസ് നീക്കം ചെയ്തു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു പോലീസ് നടപടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്പന്തൽ കെട്ടാൻ പാടില്ലെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഇന്ന് പുലർച്ചെ പെയ്ത മഴ മുഴുവൻ ആശാവർക്കർമാർ കൊണ്ടു. ആശാവർക്കർക്ക് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് ആന്ധ്രാപ്രദേശ് സർക്കാർ. ആശമാർക്ക് ഗ്രാറ്റുവിറ്റി പ്രഖ്യാപിച്ചു. വിരമിക്കൽ പ്രായം 60 നിന്ന് 62 വയസ്സായി ഉയർത്തി. ശമ്പളത്തോടെ 180 ദിവസത്തെ പ്രസവ അവധിയും പ്രഖ്യാപിച്ചു. 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുമ്പോൾ ഓരോ ആശാവർക്കർമാർക്കും 1.5 ലക്ഷം രൂപ ലഭിക്കും. സംസ്ഥാനത്തൊട്ടാകെയുള്ള 42,752 ആശാ തൊഴിലാളികൾക്ക് ഈ നടപടികൾ പ്രയോജനപ്പെടും. ആശാവർക്കർമാർക്ക് ആന്ധ്രാപ്രദേശ് 10,000 രൂപ ശമ്പളം നൽകുന്നുണ്ട് എന്നും ഇത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണെന്നും സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടു.